മലയാള സിനിമയിലെ നിരവധി ആത്മഹത്യകളാണ് നമ്മളെ ഞെട്ടിപ്പിച്ചിട്ടുള്ളത്. പലതും ഉത്തരമില്ലാതെ ഇപ്പോഴും ചോദ്യചിഹ്നങ്ങളായി തന്നെ നമ്മുടെ മുന്നിലുണ്ട്. നടി സിൽക്ക് സ്മിത, ഉദയ് കിരൺ, വിജയ്, പ്രത്യുഷ, ശിഖ ജോഷി തുടങ്ങിയ താരങ്ങളുടെ മരണം നമുക്ക് ഇന്നും ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ തന്നെയായിരുന്നു. ഇപ്പോഴും എന്തിനാണ് മരണം, എന്തിനാണ് ആത്മഹത്യ ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മരിച്ചത് എന്നൊന്നും അറിയാത്ത ചില ചോദ്യങ്ങളാണ് ഇവയൊക്കെ. ഇത്തരത്തിൽ മലയാള സിനിമാ ലോകത്തെ ഞെട്ടിച്ച ഒന്നായിരുന്നു മയൂരി എന്ന നടിയുടെ അപ്രതീക്ഷിത വിയോഗം. തെന്നിന്ത്യൻ സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വച്ചതേ ഉണ്ടായിരുന്നുള്ളൂ മയൂരി. ശാലീന സുന്ദരിയായ നടിമാരിൽ ഒരാൾ തന്നെയായിരുന്നു നടി മയൂരി. സിനിമ എന്ന ലോകത്തെ അടുത്തറിയുന്നതിന് മുൻപ് തന്നെ സിനിമയിൽ നിന്നും ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുവാൻ സ്വയം തീരുമാനിക്കുകയായിരുന്നു ഈ കലാകാരി. 1983 കൊൽക്കത്തയിൽ ജനിച്ച മയൂരി 8ാം ക്ലാസ് വരെ ബാംഗ്ലൂരിലാണ് പഠിച്ചത്. പിന്നീട് താരം കുടുംബത്തോടെ ചെന്നൈയിലേക്ക് താമസം മാറുകയായിരുന്നു. ചെന്നൈ എതിരാജ് കോളേജിൽ അവസാന വർഷം BA എക്കണോമിക്സിന് പഠിക്കുന്ന സമയത്താണ് താരം ആദ്യ സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത്. സർവഭൗമയാണ് മയൂരി അഭിനയിച്ച ആദ്യ ചിത്രം. തുടക്കകാലത്ത് സിനിമയോടും ജീവിതത്തോടും വളരെയധികം ആവേശവും ഉത്സാഹവും താല്പര്യവും ഒക്കെ കാണിച്ചിരുന്ന നടിയാണ് മയൂരി. സിനിമയിലേക്കുള്ള തന്റെ ആദ്യ കാൽവയ്പിൽ തന്നെ ലോകം പിടിച്ചടക്കാനുള്ള സന്തോഷവും ജീവിതത്തോടുള്ള അമിതമായ ഉത്സാഹവും താരത്തിനുണ്ടായിരുന്നു. അഭിനയ ജീവിതത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ നിന്നുമാണ് പ്രതീക്ഷയുടെ ഉത്സാഹം തുളുമ്പുന്ന വാക്കുകൾ മയൂരി പറഞ്ഞിട്ടുള്ളത്. പലപ്പോഴും തന്റെ ഭാവിയെപ്പറ്റിയും സിനിമാ ജീവിതത്തെപ്പറ്റിയും വളരെയധികം പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും സംസാരിച്ചിരുന്ന നടിയാണ് മയൂരി. അഭിനയത്തിലൂടെ ലഭിക്കുന്ന പ്രശസ്തിയും അംഗീകാരങ്ങളൊന്നുമല്ല, മറിച്ച് അഭിനയത്തിലൂടെ ലഭിക്കുന്ന മനസ്സിന്റെ സംതൃപ്തി മാത്രമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നാണ് മയൂരി പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുള്ളത്. എന്നാൽ എന്തുകൊണ്ട് ഇത്രയധികം ജീവിതത്തോടും അഭിനയത്തോടും അഭിനിവേശവും താല്പര്യവും പുലർത്തിയിരുന്ന നടി ജീവിതം അവസാനിപ്പിച്ചു എന്നത് ഉത്തരമില്ലാത്ത ചോദ്യമായി ഇന്നും നിലകൊള്ളുന്നു. എന്തിനാണ് മയൂരി അത് ചെയ്തത് എന്ന് ആർക്കും അറിയില്ല. ജന്മം കൊണ്ട് മലയാളിയല്ലാത്ത മയൂരി മലയാള സിനിമാ ആസ്വാദകരുടെ മനസ്സിൽ വളരെ പെട്ടെന്നാണ് ചേക്കേറിയത്. 1998 പുറത്തിറങ്ങിയ സമറിൻ ഭദ്രഹീം എന്ന ഹിറ്റ് ചിത്രത്തിലൂടെയാണ് മയൂരി മലയാള സിനിമയിലേക്ക് കാലെടുത്തു വച്ചത്. അതിനുശേഷം അഭിനയിച്ച ആകാശഗംഗ എന്ന ചിത്രത്തിലെ കഥാപാത്രമാണ് മയൂരിയെ മലയാളി പ്രേക്ഷകർക്ക് ശ്രദ്ധ നേടിക്കൊടുത്ത കഥാപാത്രമാക്കി മാറ്റിയത്. ആകാശഗംഗ എന്ന സിനിമയിൽ യക്ഷിയായിട്ടാണ് മയൂരി എത്തിയത്. ഇന്നും മയൂരിയെ പറ്റി ഓർക്കുമ്പോൾ ആ സിനിമയിലെ രംഗങ്ങൾ തന്നെയാകും മലയാളികൾക്ക് ഓർമ്മ വരുന്നതും. പിന്നീട് ഭാര്യ വീട്ടിൽ പരമസുഖം, ചന്ദാമാമ, പ്രേം പൂജാരി, അരയന്നങ്ങളുടെ വീട് എന്നീ ചിത്രങ്ങളിലും താരം അഭിനയിച്ചു.